ഏതാ ഈ കേസ് കേട്ട്? കേസ് കേട്ടോ? അല്ല, ഇത് എന്താ ഈ കേസ്? അത് നമ്മുടെ വെട്ടിക്കവല കൊലക്കേസ് പ്രതിയാ. അതെ, വെട്ടിക്കട കൊലക്കേസല്ല, പിന്നെ പെട്ടിക്കട കൊലക്കേസ്. ഓ, കക്കൂസ് നമ്പർ 1. അല്ല, അക്യൂസ് നമ്പർ 1. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ പേരിൽ ആവശ്യമില്ലാത്ത കള്ളക്കേസ് എഴുതി വെച്ചിരിക്കുവാണ് പ്രതാപൻ വക്കീല്. പ്രധാന വക്കീല് അതാരാ ഈ നിൽക്കുന്നേ? അയ്യോ, ഇത് പ്രതിഭാഗം വക്കീല്. ആ വക്കീൽ. സാർ കേസ് വായിക്കാൻ പറ. സാറേ, ആ കേസ് ഒന്ന് വായിച്ചേ കേക്കട്ടെ. കേസ് പി 22 ബാർ. കേസപ്പിക്ക് 22 ബാറോ? അല്ല, KSRTC 22 ബാർ. ബാറൊക്കെ തുടങ്ങിയത് എന്തോ സാറേ ഈ പറയുന്നേ? രാജേന്ദ്രന്റെ വാദം. അതെന്തോ ഇതിനു മുമ്പ് ഇവന് പിത്തമായിരുന്നു. രാജേന്ദ്ര, കൃത്യം നടന്നത് എപ്പോഴാണ്? സാറേ, കൃത്യം 5 മണിക്കാൻ നടക്കാൻ ഇറങ്ങി. രായൻ ചേട്ടന് ചായക്കട ചെന്ന് ഒരു ചായ കുടിച്ച് വയറ്റിലെത്തി. പിന്നെ ചായ കുടിച്ചാ വയറ്റിലോട്ടല്ലേ പോകുന്നേ? അതല്ലെന്ന്, ചായ കുടിച്ച് തിരിച്ചെന്ന്. ഓ, ഇയാളെന്നാണ് ചായ കുടിച്ചിട്ട് ചിരിക്കുന്നത്? എന്തോ പറയുന്നത്? എന്റെ രാജേന്ദ്ര, രാജേന്ദ്രന്റെ നാട്ടിൽ ഒരു കൊല നടന്നില്ലയോ? അതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചു വരുന്നത്. സാറേ, യഥാർത്ഥത്തിൽ കൊലയല്ല നടന്നത്. പിന്നെ കൊലയും തലവെച്ച് ഞാനാ നടന്നത്. മനഃപൂർവ്വമായിരുന്നോ? മലപ്പുറത്തല്ല, എന്റെ നാട്ടില്. ആരുടെ കൊലയാ? ആരുടെയും കൊലയല്ല, എന്റെ സ്വന്തം കൊലയാ. സാറേ, തന്റെ സ്വന്തം കൊലയും കൊണ്ട് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. കൊലക്കടയിൽ പോയി. കൊളക്കടയിൽ പോയെന്നോ? കൊലക്കട അല്ലെന്ന്, കൊലക്കട. സാറേ, കൊല വിൽക്കുന്ന കടയിൽ പോയി. സാറേ, എനിക്കൊരു തെറ്റ് പറ്റി. അതെന്തുവാ? ഇത് കൊലപാതകം എന്നും പറഞ്ഞല്ലേ എഴുതി വെച്ചത്. ആന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മോഷണ കേസാണ്. അത് ശരി.